ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു, ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക റമളാൻ മാസത്തിൽ നിന്ന് അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിക്കുക. മറ്റു ചില ഹദീസുകളിൽ ആ 10 നിന്ന് ഒറ്റ രാവ് 21, 3, 5, 7, 9 ഇങ്ങനെ പ്രതീക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാവിൻ്റെ പുണ്യം കരസ്ഥമാക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെ എല്ലാവരെയും പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു തആല എന്തൊരു ശൈലിയിലാണ് ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിച്ചത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. വിശുദ്ധ ഖുർആൻ ലൈലത്തുൽ ഖദ്റിലാണ് നാം ഇറക്കിയത്. വിശുദ്ധ ഖുർആൻ ഇറക്കിയത് ലൈലത്തുൽ ഖദ്റിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ സാധാരണഗതിയിൽ. എന്നാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്, മാസ്റ്റർമാർക്ക്, മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമുകൾക്ക്, ദർസിൽ പഠിപ്പിക്കുന്ന മുദരിസുമാർക്ക്, വഅദ് പറയുന്ന വാഇലിങ്ങൾക്ക്, അങ്ങനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ട്രെയിനിങ് ശൈലി എങ്ങനെയാണെന്ന് കൂടി പഠിപ്പിക്കുന്ന വിധമാണ് ലൈലത്തുൽ ഖദ്റിനെ അല്ലാഹു തആല വിവരിച്ചു തരുന്നത്. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ തലയും താഴ്ത്തി മേശയിലേക്ക് നോക്കിക്കൊണ്ട് ക്ലാസ് എടുക്കുകയും കുട്ടികൾ തലയും താഴ്ത്തി പിന്നിൽ ഉറങ്ങുകയും ചെയ്താൽ ഈ കാര്യം കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുകയില്ല. മറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ആ കുട്ടികളുടെ ശ്രദ്ധ മുഴുവനും അധ്യാപകൻ പറയുന്നതിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ക്ലാസ് എടുത്തെങ്കിൽ മാത്രമേ അത് ഫലപ്രദമാവുകയുള്ളൂ. അല്ലാഹു തആല ഈ സൂറത്തിലൂടെ ആ ഒരു ശൈലി നമുക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് പറയുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. പരിശുദ്ധ ഖുർആനിനെ നാം ലൈലത്തുൽ ഖദ്റിൽ ഇറക്കി തീർച്ചയായും. എന്നിട്ട് ചോദിക്കുന്നു, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്ർ എന്തൊരു രാത്രിയാണെന്ന് അറിയാമോ? ആ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം എന്താണെന്ന് അറിയാമോ? ആ ലൈലത്തുൽ ഖദ്റിന്റെ അത്ഭുതം എന്താണെന്ന് അറിയാമോ? ആ ലൈലത്തുൽ ഖദ്റിന്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ? ആ ലൈലത്തുൽ ഖദ്റിന്റെ വലിപ്പം എത്രയാണെന്ന് അറിയാമോ? ഒരു ചോദ്യം. ആ ചോദ്യത്തിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ അർത്ഥവും ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് കുറേ അർത്ഥങ്ങളും ഉണ്ട്. ആ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ ഗൗരവമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ച് എല്ലാവരുടെയും കൽബ് ഇങ്ങോട്ട് തിരിച്ചു. ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് അറിയണം. അതിലേക്ക് തിരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. സമയം കുറവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെയും ഹിയ ഖൈറും മിൻ അൽഫി ശഹർ എന്ന് ളമീർ കൊണ്ട് പറയുന്നതിന് പകരം ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ ആ പദം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ.
1000 മാസത്തെക്കാൾ പുണ്യമായ ദിവസമാണ്, രാത്രിയാണ്. ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത 1000 മാസത്തെക്കാൾ പുണ്യമേറിയതാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, വളരെ വണ്ണമായ ദിവസം. അദ്ദേഹത്തിന് വലിയ ഖദ്റുള്ള ആളാണ്. രാജാവിൻ്റെ അടുക്കൽ വലിയ ഖദ്റുണ്ട് എന്ന് പറഞ്ഞാൽ ഖദ്റിൻ്റെ അർത്ഥം വലിയ സ്ഥാനം എന്നാണ് ഒരർത്ഥം. മറ്റൊരു അർത്ഥം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ കൊല്ലം മുതൽ അടുത്ത കൊല്ലം വരെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ, അവൻ്റെ ഭക്ഷണം, വെള്ളം, അവൻ്റെ അറിവ്, അവൻ്റെ ഇബാദത്ത്, അവൻ്റെ ആരോഗ്യം, അവൻ്റെ രോഗം, അങ്ങനെ തുടങ്ങി മുഴുവൻ കാര്യങ്ങളെയും നിർണയിക്കപ്പെടുന്ന രാത്രി എന്നും അർത്ഥം ഉണ്ട്. വേറെയും പല അർത്ഥങ്ങളും ഉള്ള അതിമഹത്തായ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസത്തെക്കാൾ ഖൈറാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ രാവ് 27-ാം രാവ് ആകാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രിയാണെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ മറ്റേത് രാത്രിയാണെങ്കിലും അന്നും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അത് അനുഭവിക്കുന്ന സാലിഹീങ്ങളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഈ ലൈലത്തുൽ ഖദ്ർ 1,24,000 അല്ലെങ്കിൽ 2,24,000 വരുന്ന അംബിയ മുർസലുകളിൽ മറ്റാർക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ് ഈ ലൈലത്തുൽ ഖദ്ർ കൊടുത്തത്. ആ നബിതങ്ങൾക്കും നബിതങ്ങളുടെ ഉമ്മത്തുകൾക്കും ലൈലത്തുൽ ഖദ്ർ കൊടുത്തു. ഒരു രാത്രിക്ക് 1000 രാത്രിയുടെ 1000 മാസത്തിൻ്റെ പ്രതിഫലം. അത് ഇന്ത്യക്കാരുടെ രാത്രി എന്നില്ല, അമേരിക്കക്കാരുടെ രാത്രി എന്നുമില്ല. ഇവിടെ ഇപ്പോൾ രാത്രിയാണ്, അമേരിക്കയിൽ ഇപ്പോൾ പകലാണ്. അവർക്കും ഉണ്ട് ലൈലത്തുൽ ഖദ്ർ. ലോകത്തെവിടെയെല്ലാം ഉണ്ടോ അവർക്ക് മുഴുവനും ഒരു രാത്രി ലൈലത്തുൽ ഖദ്റായി നിശ്ചയിച്ചു. ഇത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾക്ക് മാത്രം. ഈ ലൈലത്തുൽ ഖദ്റിന് രാത്രി എന്ന ഈ രാത്രിക്ക് മഹത്വമുണ്ടായത് ഇന്ന അൻസൽനാഹു, ഖുർആനിനെ നാം ഇറക്കി എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഖുർആൻ അവതരിപ്പിച്ചത് കൊണ്ടാണ് ഈ രാത്രിക്ക് ഇത്ര മഹത്വം. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസം, അതും അതിൻ്റെ മഹത്വവും എവിടുന്നുണ്ടായി? റമളാൻ മാസത്തിലാണല്ലോ ലൈലത്തുൽ ഖദ്ർ. ഈ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വവും റമളാനിന്റെ മഹത്വവും എല്ലാം ഉണ്ടായത് അല്ലാഹുവിൻ്റെ ഖദീമായ കലാം, ആ പരിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്ന കാരണം ആണ്. ഖുർആൻ അഖില ലോക ചരാചരങ്ങൾക്കും മാർഗനിർദ്ദേശം നൽകുന്നതാണ് പരിശുദ്ധ ഖുർആൻ. മുഴുവൻ സമുദായത്തെയും സത്യത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. സമാധാനത്തിനും സൗഹൃദത്തിനും സന്ദേശം നൽകുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അക്രമത്തെയും ഭീകരതയെയും നിർമാർജനം ചെയ്യുന്നതാണ് പരിശുദ്ധ ഖുർആൻ. ജനങ്ങളെ മുഴുവനും സഹിഷ്ണുതയിലേക്ക് ഖുർആൻ ക്ഷണിക്കുന്നു, സമാധാനത്തിലേക്ക് ക്ഷണിക്കുന്നു, സത്യത്തിലുള്ള ഐക്യത്തിലേക്ക് ഖുർആൻ ക്ഷണിക്കുന്നു, നീതിയിലേക്കും മര്യാദയിലേക്കും ഖുർആൻ ക്ഷണിക്കുന്നു. വലിയവരെ ബഹുമാനിക്കണമെന്നും ചെറിയവരെ പ്രിയം വെക്കണമെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ അഖില ലോക ചരാചരങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം അത് പരിശുദ്ധ ഖുർആനിലുണ്ട്. ശാസ്ത്രജ്ഞന്മാർ
എക്കാലവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തി അവരുടെ കൺമുമ്പിൽ കാണുന്ന ചില വസ്തുതകളെ ഉപയോഗപ്പെടുത്തി കാണാത്ത മറ്റു ചിലത് പ്രവചിച്ചെടുക്കുന്നവർക്കാണ് ശാസ്ത്രജ്ഞരെന്ന് പറയുന്നത്. അങ്ങനെ ഏറിയ ശാസ്ത്രജ്ഞന്മാരും ഇവിടെ വന്നിട്ടുണ്ട്. ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. ഒരു ശാസ്ത്രജ്ഞനോട് നിങ്ങൾ ചോദിച്ചാൽ ഖുർആനിൽ നിന്നാണ് ഇവിടെയുള്ള മുഴുവൻ അത്ഭുതങ്ങളും കണ്ടുപിടിക്കപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. നീട്ടി പറയുന്നില്ല. പരിശുദ്ധ കഅബം പൊളിക്കാൻ അബ്രഹത്ത് എന്ന് പറയുന്ന ആനയും അവൻ്റെ ആനയും അബ്രഹത്ത് അതാ വരുന്നു. ആനയും കൂട്ടരുമായി സൈന്യങ്ങളുമായി രാജാവ് വരുന്നു. വാദി മുഹസ്സർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആന അവിടെ മുട്ടുകുത്തിപ്പോയി. ആന മുമ്പോട്ട് നീങ്ങുന്നില്ല. ഈ വന്ന കൗമനെ എന്തു ചെയ്തു? അല്ലാഹു തആല അർസല അലൈഹിം തൈറൻ അബാബീല, ചില പക്ഷികളെ അല്ലാഹു തആല അയച്ചു. ആ പക്ഷികൾ കഅബം പൊളിക്കാൻ വന്ന മുഴുവൻ ആളുകളെയും ചെറിയ ചെറിയ കല്ലുകൾ കാലിൻ്റെ അടിയിൽ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ കൊക്കിൻ്റെ ചുണ്ടിൽ ഇറക്കിക്കൊണ്ട് വന്ന് ആ കല്ല് ഈ ശത്രുവിൻ്റെ തലയിലങ്ങിട്ട് കൊടുക്കുന്നു. ഒരു കല്ല് തലയിലിട്ടപ്പോൾ ആ കല്ലിൻ്റെ ചൂടുകൊണ്ട് അവനൊന്നായി ഉരുകി ഒലിച്ച് തരിപ്പണമായി പോകുന്നു. ഒരു ചോദ്യം, ഈ കടുത്ത ചൂടുള്ള കല്ല് പക്ഷിയുടെ കാലിൻ്റെ ഇറക്കിയപ്പോൾ അവിടെ എന്തേ പൊള്ളാതിരുന്നത്? അല്ലെങ്കിൽ കൊക്കുകൊണ്ട് ആ കല്ല് ഇങ്ങനെ കടിച്ചു പിടിച്ചപ്പോൾ ഈ കൊക്ക് എന്തുകൊണ്ട് കത്തിപ്പോയില്ല? ശാസ്ത്രജ്ഞന് മറുപടിയില്ല. ശാസ്ത്രജ്ഞന് മറുപടിയില്ലാതെ കൊല്ലങ്ങളോളം കഴിഞ്ഞു. പിന്നീട് ഒരിക്കലാണ് ഒരു ശാസ്ത്രജ്ഞൻ അതിൽ ഗവേഷണം നടത്തി 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 പുതിയ പുതിയ ചിലത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. 1000 കൊല്ലമായി. ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം. ഇപ്പൊ അതാ ഒരു സ്റ്റൗ ഇറങ്ങിയിരിക്കുന്നു. ആ സ്റ്റൗല് ചൂടുള്ള സ്റ്റൗവിൻ്റെ മുകളിൽ കൈ വെച്ചാൽ പൊള്ളൂല. അവിടെ ഒരു പ്രത്യേകതരം പാത്രം മാത്രം വെച്ചിട്ട് അതിൽ വെള്ളം വെച്ചാൽ അത് ഉടനെ പതക്കും, ചായ കാച്ചാൻ കഴിയും. അവിടെ ചൂടുണ്ട്, കരണ്ടുണ്ട്, ഇല്ലേ? അപ്പോ ഈ പക്ഷി വേറെയും ഞങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ആലിമ്യങ്ങൾ മനസ്സിലാക്കിയത് വേറെയുണ്ട്. അല്ലാഹുവിൻ്റെ ഖുദ്റത്ത് എപ്പോഴാണോ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുന്നത് ആ സമയത്താണ് അത് ബന്ധപ്പെടുക തുടങ്ങിയ അഖീദപരമായ വേറെ കാര്യങ്ങൾ ഉലമാക്കൾ ഈ ആയത്തിൽ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, അങ്ങനെ അത്ഭുതകരമായ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എവിടെ വന്നാലും അത് പരിശുദ്ധ ഖുർആനിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയും ഖുർആനിലേക്ക് അതിനെ മടക്കുകയുമല്ലാതെ ഒരാൾക്കും സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ സാർവലൗകികമായ സാർവജനീനമായ സമ്പൂർണമായ ആ പരിശുദ്ധ ഇസ്ലാം, അതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ ബൈലോ ആണ് പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ ഭരണഘടനയാണ് പരിശുദ്ധ ഖുർആൻ. ആ ഇസ്ലാമിൻ്റെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അവതരിച്ചതാണ് റമദാൻ മാസം. ഈ ഖുർആനും ലൈലത്തുൽ ഖദ്റും റമദാനും
എല്ലാം ഉണ്ടായത് ലോകത്തിന്റെ ചക്രവർത്തിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ മെനയാന്ന് രാത്രി മദീന മുനവ്വറയിൽ ഒരു പഴയ കില്ല കണ്ടു. മദീനത്ത് നേരത്തെ എഴുതി ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ മൂടിയിരുന്ന ഒരു കുബ്ബ സൗദി ഭരണം വന്നിട്ടിപ്പോ ഏകദേശം 100 കൊല്ലത്തിന്റെ അടുത്തായി. ആ കൊല്ലം വരുന്നതിൻ്റെ 250 കൊല്ലം മുമ്പ് നെയ്തുണ്ടാക്കപ്പെട്ട ഈ കില്ല, അതിൽ 2 ഹദീസ് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ അത് കാണുകയില്ല. ഒന്ന് മൻസാറ ഖബരി വജബത്ത് ലഹു ശഫാഅത്തി എന്ന് അന്നത്തെ കില്ലയിൽ എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന് അതേ കില്ലയിൽ എഴുതിയതാണ് ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. അപ്പൊ എത്രയായി? 260 360 കൊല്ലം മുമ്പ് മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുകളിൽ മൂടിയ ആ കില്ല, ആ കഷ്ണം, ആ വലിയ വിലപിടിപ്പുള്ള, ഞാൻ പറഞ്ഞെന്താണ്, ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. അതൊക്കെ ഇപ്പൊ ഹദീസൊക്കെ ലഈഫാക്കി തള്ളിയിട്ടൊക്കെ മാറിപ്പോവുക. അങ്ങനെ തങ്ങളില്ലെങ്കിൽ, ഓ നബിയെ അവിടുന്ന് ഇല്ലെങ്കിൽ, അവിടത്തെ അല്ലാഹു തആല പടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അഖില ലോകം ഒന്നായി അല്ല പടക്കുമായിരുന്നില്ല. ജൂദുമൻ ജാദൽ വുജൂദ വുജൂദുഹു ജാദൽ ജവാ ജമ്മം വഫർഖം ബഅദ ജമ്മിൽ ജമ്മി ലിർരിജാലി ജാൽ. അല്ലഫല്ലരിഹു എന്ന ബൈത്തിൽ പറഞ്ഞിട്ടുള്ളത് അതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജൂദ്, വുജൂദ്, ആ വുജൂദ് കൊണ്ടാണ് ഈ ലോകം മുഴുവനും ഉണ്ടായിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വുജൂദ്, ആ വുജൂദ് കൊണ്ടാണ് ലോകം മുഴുവനും ഉണ്ടായത്. അല്ലാഹുവിൻ്റെ ഹബീബ് ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു സംഗതി ഉണ്ടാകുമായിരുന്നില്ല. ആ ഹബീബിൻ്റെ പേരിൽ, അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി. തീർച്ചയായും അല്ലാഹു തആലയും അവൻ്റെ കോടാനുകോടി മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അലൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, സല്ലു അലൈഹി, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഏതായിരുന്നാലും സ്വലാത്ത് നഗർ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ ആയിരക്കണക്കായ സ്വലാത്ത് ചൊല്ലാൻ, 10,000 സ്വലാത്ത് ചൊല്ലാൻ, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലാൻ ഒരുക്കിയിട്ടുള്ള ഈ മജ്ലിസും, സഹോദരന്മാരെ, അങ്ങനെ ഈ ലൈലത്തുൽ ഖദ്റും റമളാനും പരിശുദ്ധ ഖുർആനും എല്ലാം ഉണ്ടായത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരണം കൊണ്ടാണ്. ആ നബി തങ്ങളെ അല്ലാഹു തആല സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അതല്ലേ ഖുർആനിൽ നബി തങ്ങളെ ശരീരത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു, നബി തങ്ങളുടെ വയസ്സുകൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു, നബി തങ്ങളുടെ തലയിലുള്ള ഷേർ മുബാറക്ക് കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു, നബി തങ്ങളെ മുഖം കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു, നബി തങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു. നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് സംഗതികൾ എടുത്ത് സത്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരം കൊണ്ടും അവിടുത്തെ ജസദു ശരീഫ് കൊണ്ട് അവിടുത്തെ ബദന് കൊണ്ട് അവിടുത്തെ വയസ്സുകൊണ്ട് എല്ലാം സത്യം ചെയ്തതുപോലെ മറ്റു ഒരു നബിയുടെ വയസ്സുകൊണ്ടോ ഒരു നബിയുടെ ശരീരം കൊണ്ടോ അല്ലാഹു സത്യം ചെയ്തില്ല. ഹബീബായ നബിയോട് അല്ലാഹു പറയുന്നു, ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. ലഅംറുക, ഓ ഹബീബായ നബിയേ, അങ്ങയുടെ ശരീരത്തെ തന്നെയാണ് സത്യം, അങ്ങയുടെ ഷർഫാക്കപ്പെട്ട ആ ബദന് അതുകൊണ്ട് സത്യം, അങ്ങയുടെ ഷർഫാക്കപ്പെട്ട ജീവിതം അതുകൊണ്ട് സത്യം. അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നു. അല്ലാഹു തആല ഒരൊറ്റ നബിയെ കൊണ്ടും സത്യം ചെയ്തിട്ടില്ല. 2,24,000 വരുന്ന അംബിയ മുർസലീങ്ങൾ ഉണ്ടായിട്ട് ഒരൊറ്റ നബിയെ കൊണ്ടും അല്ലാഹു തആല അങ്ങനെ സത്യം ചെയ്തില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കൊണ്ട് അവിടുത്തെ ഹയാത്ത് കൊണ്ട് അവിടുത്തെ ജീവിതം കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുകയാണ്. കൂടാതെ അവിടുത്തെ മുഖം കൊണ്ട് സത്യം ചെയ്യുന്നു, അവിടുത്തെ തലയിലുള്ള തലമുടി കൊണ്ട് സത്യം ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം, ഇവിടെ 100 കണക്കിന് മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ തങ്ങളുടെ തഫ്സീറുൽ കബീർ എടുത്തു നോക്കിയാൽ കാണാം, മഴ ചോർന്നിരിക്കുന്നു, അല്ല താഴെ വെക്കില്ല. മഴ ചോർന്നു കഴിഞ്ഞില്ല, പിന്നെ പിടിച്ചെടുക്കുക. വല്ലൈലി ഇദാ സജാ എന്ന ഈ ആയത്തിന് തഫ്സീർ പറയുന്ന കൂട്ടത്തിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ ഒരു ചോദ്യോത്തര രീതിയിൽ തന്നെ അവിടെയും പറയുന്നു, ദുഹാ എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ആണ് ഉദ്ദേശിച്ചത് എന്നും, വല്ലൈലി എന്നതുകൊണ്ട് നബി തങ്ങളുടെ ആ തലയിലുള്ള ഷറഫാക്കപ്പെട്ട ഷഅർ മുബാറക് അത് ആണ് ഉദ്ദേശിച്ചത്, അങ്ങനെ വല്ല തഫ്സീറുകളിലുമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞു, അതേ ഉണ്ട് ഉണ്ട്. അൽഹംദുലില്ലാ. താജുൽ ഉലമാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. താജുൽ ഉലമാ, അല്ലാഹു അക്ബർ, അല്ലാഹു താജുൽ ഉലമാ, അല്ലാഹു അക്ബർ. റഹ്മാനുൽ ബുഖാരി, അല്ലാഹു അക്ബർ. തവ്വലല്ലാഹു ഉംറഹു. ആമീൻ ആമീൻ ആമീൻ. അൽഹംദുലില്ലാ. നമ്മുടെ സദസ്സിന് എത്രയോ വലിയ ഭാഗ്യം. അല്ലാഹു ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ അവർക്ക് ആഫിയത്തോടെ ഇസ്സത്തോടെ ആയുസ്സിന് നീട്ടിക്കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ആയുസ്സിന് നീട്ടിത്തരുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലുഹാ വല്ലൈലി, വല്ലുഹാ എന്നതിൻ്റെ അർത്ഥം ആ പ്രകാശിക്കുന്ന മുഖം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശിക്കുന്ന മുഖം, അതാണ് വല്ലുഹാ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വല്ലൈലി അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഷറഫാക്കപ്പെട്ട തലമുടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലുണ്ടായിരുന്ന കറുത്ത മുടി, അതാണ് വല്ലൈലി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ആയത്തിന് തഫ്സീർ ഉണ്ട് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയുന്നു. അങ്ങനെ റസൂലുള്ളാഹിന്റെ ശരീരം കൊണ്ട് സത്യം ചെയ്യുന്നു, റസൂലുള്ളാഹിന്റെ വയസ്സ് കൊണ്ട് സത്യം ചെയ്യുന്നു, റസൂലുള്ളാഹിന്റെ മുഖം കൊണ്ട് സത്യം ചെയ്യുന്നു, റസൂലുള്ളാഹിന്റെ ഷഅർ മുബാറക് കൊണ്ട് സത്യം ചെയ്യുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും നമ്മോട് കൽപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ ആയത്തിന്റെ നേരെ തൊട്ട്
ആയത്താണ്. ഇന്നല്ലദീന യുഅ്ദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹ്. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ബുദ്ധിമുട്ടിക്കുന്നവർ അഥവാ താഴ്ത്തിക്കാണിക്കുന്നവർ, മഹത്വം കൽപ്പിക്കാത്തവർ, ബഹുമാനം കൽപ്പിക്കാത്തവർ, ലഅനഹുമുല്ലാഹ്, അല്ലാഹു തആല അവരെ ലഅനത്ത് ചെയ്തിരിക്കുന്നു. മലായികത്ത് ലഅനത്ത് ചെയ്തിരിക്കുന്നു. എല്ലാ മുഅ്മിനീങ്ങളും ലഅനത്ത് ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, ഈ സലാത്തിൻ്റെ മജ്‌ലിസിൽ വരുമ്പോൾ, ലൈലത്തുൽ ഖദ്റാവാൻ സാധ്യതയുള്ള രാത്രിയിൽ വരുമ്പോൾ നാം എല്ലാ സമയത്തും അള്ളാഹുവിനെ ഭയപ്പെടണം, അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രിയം വെക്കണം. അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഒറ്റ മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയുകയില്ല. റബ്ബക്കും ഖൗഫൻ തളർറുഅൻ വഖുഫിയതൻ. നിങ്ങൾ വളരെ വിനയത്തോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കണം, വളരെ വിനയത്തോടുകൂടി അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് പ്രിയം വെക്കാൻ ഏറ്റവും അധികം അർഹതയും സ്ഥാനമുള്ളത്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങളാണ്, മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെയാണ് ഏറ്റവും അധികം പ്രിയം വെക്കുന്നത്. കാരണം അള്ളാഹുവാണ് നമ്മളെ പടച്ചത്, അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അവനാണ് വെള്ളം തരുന്നത്, അവനാണ് മഴ തരുന്നത്, അവനാണ് മഴ നിർത്തുന്നത്, അവനാണ് സർവകാര്യങ്ങളും ചെയ്യുന്നത്. അഗ്ര മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും തൻ്റെ ഇടവും എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ ഏറ്റവും അധികം പ്രിയം വെക്കണം. ആ അള്ളാഹുവിനോട് നിങ്ങൾ വിനയത്തോടുകൂടി ചോദിക്കണം, വളരെ സമാധാനത്തോടുകൂടി നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചോദിക്കണം. സലുല്ലാഹ മുഖീന ബിൽ ഇജാബ. അള്ളാഹു അല്ലാതെ നമുക്ക് ഉത്തരം ചെയ്യാൻ വേറെ ആരുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. എങ്കിൽ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. മാന്യ മുഅ്മിനീങ്ങളെ, ആ ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സുകളിൽ നാം വരുമ്പോൾ നാം ഭൗതികമായ നേട്ടത്തിന് വേണ്ടി വരികയല്ല, നമ്മുടെ ആത്മീയമായ പരിവർത്തനത്തിന് വേണ്ടി വരികയാണ്, ആത്മീയമായ പുരോഗതിക്ക് വേണ്ടി വരികയാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ഹൃദയം ശുദ്ധിയായവൻ, കിബ്ർ ഇല്ലാത്തവൻ, ബിദ്അത്ത് ഇല്ലാത്തവൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരായ ബിദ്അത്ത് അത് ഏറ്റവും വലിയ നീചമായ നികൃഷ്ടമായ വസ്തുതയാണ്. ആ ബിദ്അത്തിൽ നിന്ന് ഹൃദയം ശുദ്ധിയായവൻ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തുൽ ഇഖ്ലാസിലൂടെ, സൂറത്തു തൗഹീദിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു മറ്റൊന്നിനോടും തുല്യമായതല്ല. അല്ലാഹുവിന് കസേലയോ, അല്ലാഹുവിന് മേശയോ, അല്ലാഹുവിന് വണ്ടിയോ, അല്ലാഹുവിന് ഇതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ അല്ലാഹു സൃഷ്ടിച്ച വസ്തുക്കളാണ്. അതുകൊണ്ട് മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, അല്ലാഹു തആല എല്ലാ സൃഷ്ടികളോടും എല്ലാ വിധേനയും വ്യത്യാസപ്പെട്ടവനാണ് എന്ന ഈ ഉറച്ച വിശ്വാസം, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം, ഇതിൽ നിന്ന് വഴിതെറ്റിക്കളയുന്ന ആ മാർഗത്തിലേക്ക് സഹോദരങ്ങളെ നാം ഒരിക്കലും നീങ്ങിപ്പോകരുത് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഒരുമിച്ച് കൂട്ടിയ ഈ മജ്‌ലിസ് ഒരിക്കലും തട്ടിപ്പല്ല, ഒരിക്കലും വെട്ടിപ്പല്ല, ഒരിക്കലും വഞ്ചനയല്ല, ഒരിക്കലും കുതന്ത്രമല്ല. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഞങ്ങൾ ഈ സദസ്സിനെ സമർപ്പിക്കുന്നു. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്.
നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, ഈ സ്റ്റേജിലേക്ക് നിങ്ങൾ നോക്കൂ, എത്ര സയ്യിദന്മാരുണ്ട്, എത്ര ആലിമീങ്ങളുണ്ട്, എത്ര നേതാക്കളുണ്ട്, സദസ്സിൽ എത്ര ആലിമീങ്ങളുണ്ട്. നമ്മളെ പോലെ വെളിച്ചത്തൊന്നുമില്ലാത്ത രഹസ്യമായിരിക്കുന്ന ധാരാളം ആളുകൾ, വലിയ ആലിമീങ്ങൾ, വലിയ ഔലിയാക്കൾ ഈ സദസ്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകും. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും നമ്മൾ കണ്ണോടിക്കുമ്പോൾ അവിടെയെല്ലാം കുഴപ്പങ്ങൾ. ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ ഒരു ചാവേർ ആക്രമണമുണ്ടായി, കഴിഞ്ഞ ദിവസം ഈജിപ്തിലുണ്ടായി, അതിൻ്റെ അപ്പുറത്ത് സിറിയയിലുണ്ടായി. ലോകത്തെല്ലാം ഇങ്ങനെ ചാവേർ അക്രമങ്ങളും അതുപോലെ വെടിവെപ്പുകളും എല്ലാം ഉണ്ടാകുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചു, അവസാന കാലം വരുമ്പോൾ കൊലയും അക്രമങ്ങളും ദുർമാർഗങ്ങളും വർദ്ധിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ അതിന് ഇരയാകേണ്ടതില്ലല്ലോ. നാം എപ്പോഴും അവസാന കാലം വരുമ്പോഴും അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്നവർക്കാണ് സ്വർഗമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ കരളിൻ്റെ ഘട്ടങ്ങളായ യുവാക്കളെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും അവിടുത്തെ താബിഈകളും അനുയായികളും പഠിപ്പിച്ചു തന്ന ദീന് ഇവിടെ കലർപ്പില്ലാതെ നിലനിർത്തണം. അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി തവ്വലല്ലാഹു ഉംറഹു മഹാനവറുകളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ കീഴിൽ നമ്മുടെ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നു. ഈ സംഘടന ശരിയായ നിലക്ക് കൊണ്ടുപോയി എല്ലാ സമയത്തും സുന്നത്ത് ജമാഅത്തിനെ വിജയിപ്പിക്കാൻ നിങ്ങൾ ഈ സമയത്ത് പ്രതിജ്ഞയെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, ലോകത്ത് സമാധാനമുണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പരിശുദ്ധ മക്കയിൽ ദുആ ചെയ്തത്, മദീനയിൽ ദുആ ചെയ്തത്, മിസ്റിൽ ദുആ ചെയ്തത്, അങ്ങനെ എല്ലാ ലോകത്തുള്ള മുഴുവൻ പള്ളികളിലും ദുആ ചെയ്തത് ലോക സമാധാനത്തിന് വേണ്ടിയാണ്. ഇനിയും അടുത്ത വെള്ളിയാഴ്ചയും ദുആ ചെയ്യുക, എല്ലാ ദിവസങ്ങളും ദുആ ചെയ്യുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. ഞാനും നിങ്ങളും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാവണം, അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രിയം വെക്കുന്നവരാവണം. അള്ളാഹുവിൻ്റെ ചോദ്യം തന്നെ നിങ്ങൾ കേട്ടില്ലേ? അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഓ, എന്തൊരു ചോദ്യമാണ് അല്ലാഹുവിൻ്റെ ചോദ്യം. അലം യഅ്നി, ഓ സമയമായില്ലേ, ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയം ഭയപ്പെടാൻ ഇനിയും സമയമായില്ലേ? നിനക്കെത്ര വയസ്സായടോ? ഈ വയസ്സിലൊക്കെ അള്ളാഹു നിനക്ക് എന്തെല്ലാം ചെയ്തു തന്നു. നീ ഇനിയും അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? നിനക്ക് അള്ളാഹു എത്ര വലിയ ഗുണങ്ങൾ ചെയ്തു, നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? എന്താണ്, ഇനിയും സമയമായില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകാൻ പരിശുദ്ധ റമളാൻ കൊണ്ട് പാഠം ഉൾക്കൊണ്ട് സാധുക്കളെ സഹായിക്കുന്നവരാവാൻ നാം മുന്നോട്ട് വരണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകാന അജ്വദന്നാസ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അധികം ധർമ്മം ചെയ്ത ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വകാന ജൂദുഹു വകാന അജ്വദ മിനർ റീഹിൽ മുർസലത്തി, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ എല്ലാവർക്കും റസൂലുള്ളാഹിയുടെ ധർമ്മം എത്തുമായിരുന്നു. ഫീ റമളാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ധർമ്മം ചെയ്തത് റമളാൻ മാസത്തിലാണ്. ഹീനമാ യൽഖാഹു ജിബ്രീൽ വകാന യുദാരിസുഹുൽ ഖുർആൻ. റമളാൻ മാസം വന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ
ഓതി കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ള കേട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി ഓതുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കേട്ടിരിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആൻ ഓതി കേൾക്കുകയും ഓതുകയും ചെയ്യുന്ന ആ സമയം പരിശുദ്ധ റമളാനിൻ്റെ രാത്രികളിൽ, ആ രാത്രികളിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് കൂടുതൽ ധർമ്മം ചെയ്തത് എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും ധർമ്മം ചെയ്യുക, പാവപ്പെട്ടവരെ നാം ഓർക്കുക. പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു പീടികയിൽ കയറി അവിടുന്ന് 10 പൈസയും അടുത്ത പീടികയിൽ നിന്ന് 5 പൈസയും 25 പൈസയും കിട്ടി. വൈകുന്നേരമാകുമ്പോഴേക്ക് ഒരുപാട് കാശ് കിട്ടുന്നവനല്ല ശരിയായ പാവപ്പെട്ടവൻ. ലൈസൽ മിസ്കീനുല്ലദീ തറുദ്ദുഹു തംറതു വത്തംറതാൻ. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഒരു കാരക്കയും 2 കാരക്കയും 3 കാരക്കയും ഇങ്ങനെ വാങ്ങി വൈകുന്നേരമാകുമ്പോൾ ഒരു കൊട്ട നിറയുന്നവനല്ല യഥാർത്ഥ മിസ്കീന്. ആരാണെന്നറിയുമോ യഥാർത്ഥ മിസ്കീൻ? അവൻ്റെ ഉള്ളുകൾ മറ്റാരെയും അറിയിക്കാതെ ഒരേ ഒരു വസ്ത്രമുണ്ടെങ്കിൽ അത് രാത്രി സമയത്ത് അലക്കി ഇസ്തിരി വെച്ച് നേരം വെളുത്ത് നല്ല ഐശ്വര്യത്തോടെ നടക്കുന്ന മനുഷ്യൻ. അവനാരോട് യാചിക്കാൻ പോകൂല. അങ്ങനത്തെ സാധുക്കളെ കണ്ടുപിടിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എത്തിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീകളെ, അങ്ങനെ സഹായിക്കുന്ന സാധുക്കളെ സഹായിക്കുന്ന, ഐക്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സഹിഷ്ണുതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളായി തീരാനും നാം എല്ലാവരും പരിശ്രമിക്കുക. ഈ റമളാൻ മാസത്തോടു കൂടി നമ്മുടെ ഹൃദയം ശുദ്ധിയായി, കൂടുതൽ ശുദ്ധിയായി വരണം. ആത്മീയ ചൈതന്യം നമുക്ക് വളർന്നു വരണം. ആത്മീയതയിലൂടെ നമുക്ക് ഉയരണം. അതിനുവേണ്ടിയാണ് നാം നോമ്പ് നിൽക്കുന്നത്, അതിനുവേണ്ടിയാണ് സദഖ ചെയ്യുന്നത്, അതിനുവേണ്ടിയാണ് സക്കാത്ത് കൊടുക്കുന്നത്, അതിനുവേണ്ടിയാണ് ഖുർആൻ ഓതുന്നത്, അതിനുവേണ്ടിയാണ് നമ്മുടെ സർവ്വ അമലുകളുമെന്ന് നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ എല്ലാവരും അധികമായി പാരായണം ചെയ്യണമെന്നും അത് പഠിക്കണമെന്നും നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഈ സദസ്സ് നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നിന്റെ ഹബീബിൻ്റെ സദസ്സാണ് ഈ സദസ്സ്. ഹബീബ് സ്വീകരിക്കുന്ന സദസ്സാക്കളെ അല്ലാ, നിന്റെ ഹബീബ് കബൂൽ ചെയ്യുന്ന സദസ്സാണെങ്കിൽ നീയും കബൂൽ ചെയ്യുമല്ലോ. അതുകൊണ്ട് നീയും നിന്റെ ഹബീബും കബൂൽ ചെയ്യുന്ന അതിമഹത്തായ സദസ്സ് ആക്കിത്തരണേ അല്ലാ. അർഹമുർ-റഹീമേ, ഇവിടെ നാനാഭാഗത്തു നിന്നും വന്നിട്ടുള്ള ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ചെറുതും വലുതുമായ ഉദ്ദേശങ്ങൾ നീ മാത്രമാണ് അറിയുന്നത്. അത് മുഴുവനും നീ സാധിപ്പിക്കണം റഹ്മാനേ. ഖൈറായതെല്ലാം നീ സാധിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനത്തിൻ്റെ കടങ്ങളെ വീട്ടിത്തരണം റഹ്മാനേ. ഞങ്ങൾക്ക് ഇസ്സത്തോടുകൂടി എളുപ്പത്തോടുകൂടി ആയുസ്സിനെ നീട്ടിത്തരണം റഹ്മാനേ. സാഹിര്യങ്ങളെ സെഹറിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങൾക്ക് ശിഫ നൽകണം റഹ്മാനേ. റഹമുർ-റഹീമായ അല്ലാ, ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ട്യൂമർ തുടങ്ങിയ ഗുട്ടവ്യാധി, വെള്ളപ്പാണ്ട് തുടങ്ങിയ എല്ലാ ഭയങ്കരമായ രോഗത്തെ തൊട്ടും ഞങ്ങൾ നീ കാക്കണം റഹ്മാനേ. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ വലിയ നേതാവായ ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാരുടെ മകൻ അബ്ദുറഹ്മാൻ്റെ രോഗം നീ മാറ്റിക്കൊടുക്കണം റഹ്മാനേ. നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനേ. അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് പ്രിയക്കാരുണ്ട്, അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണം റഹ്മാനേ. ഞങ്ങളിലുള്ള മുഴുവൻ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനേ. ലോകത്തിൻ്റെ നാനാഭാഗത്ത് സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, UAE, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളും അതുപോലെ സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ, യൂറോപ്പ് രാജ്യങ്ങളിലെല്ലാം ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്, ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട്. അവർക്ക് മുഴുവനും നീ രക്ഷ നൽകണം റഹ്മാനേ. രക്ഷ നൽകണം റഹ്മാനേ.
അവരിൽ നിന്ന് എന്ത് വിഷമമുണ്ടെങ്കിലും അവർക്കത് തീർത്തു കൊടുക്കണം റഹ്മാനെ. അവരുടെ തൊഴിലിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. റഹമുറാഹിമേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ നേതാക്കന്മാർക്കും വ്യക്തികൾക്കും നീ പ്രത്യേകമായി കരുണ ചെയ്യണം റഹ്മാനെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട അവേലത്ത് അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങൾ, അവരുടെ സഹോദരൻ വലിയ തങ്ങൾ, അതുപോലെ സയ്യിദ് ഫضൽ തങ്ങൾ, ജബലുല്ലൈൽ തങ്ങൾ തുടങ്ങി ഞങ്ങളുടെ എല്ലാ നേതാക്കളെയും, ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ, പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അങ്ങനെ ഇവിടെ കഴിഞ്ഞുപോയ എല്ലാ നേതാക്കളെയും സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും ദോഷങ്ങളൊക്കെ പുറത്ത് ദർജന വർദ്ധിപ്പിക്കണം റഹ്മാനേ. ബിജാഹി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وبحقوق سائر الأنبياء والأولياء والصالحين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. بنور رسول الله أشرقت الدنا وفي نوره كل يجيء ويذهب. السلام عليكم.